ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു സ്ക്വാഷ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. അപ്പം നിങ്ങള് കണ്ടിട്ടുണ്ടായിരിക്കാം, കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം, കണ്ടിട്ടില്ലാത്തവരും ഉണ്ടായിരിക്കാം. ഏതായാലും ഞാൻ ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ ഞാനൊന്ന് കഴിച്ചു കൂട്ടോ, ഞാൻ ഒന്ന് കുടിച്ചു കൂട്ടോ, കഴിച്ചു എന്നല്ല കുടിച്ചു കൂട്ടോ, ഞാൻ സ്ക്വാഷ് ആക്കി കുടിച്ചു. അപ്പൊ എനിക്ക് നല്ലതായിട്ട് തോന്നി. എങ്കിൽ പിന്നെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ ഓർത്തു. കണ്ടോ, ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം. അപ്പം ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ കുരുവൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്കറിയാം. ഇതാണ് പാഷൻ ഫ്രൂട്ട്. അപ്പം പാഷൻ ഫ്രൂട്ട് ഒക്കെ ഇപ്പൊ എല്ലായിടത്തും കിട്ടുന്ന സാധനമാണ് അല്ലെ. അപ്പം എല്ലായിടത്തും കിട്ടുന്ന സാധനമാണ്. പണ്ടൊക്കെ ഇതൊന്നും ആർക്കും വേണ്ടായിരുന്നു. ഇപ്പം പക്ഷേ ഈ പാഷൻ ഫ്രൂട്ടിന്റെ ഒക്കെ ഗുണങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഒരുപാട് രോഗങ്ങൾക്കൊക്കെ നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പം കടയിൽ തന്നെ വില കൊടുത്ത് മേടിക്കാൻ പാഷൻ ഫ്രൂട്ട് ആയിട്ട് തന്നെ കിട്ടും. പക്ഷെ ഈ സാധനം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കില്ല, എനിക്കറിയാം. ചിലവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, കഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഏതായാലും ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഫ്രാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് എന്നൊക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നല്ലൊരു ഫ്രൂട്ടാണ് ഇത്. ഫ്രൂട്ടായിട്ട് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കഴിക്കാൻ. പാഷൻ ഫ്രൂട്ട് നമുക്കിവിടെ ഉണ്ട് കേട്ടോ. ഞാനിവിടെ ഒരെണ്ണം നട്ടിട്ട് പന്തലൊക്കെ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് വളർന്ന് കയറി വരുന്നുണ്ട്. അപ്പൊ ഞാനും ഇങ്ങനെ ഒരു സ്ക്വാഷ് ഉണ്ടാക്കി ഇങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാനത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ച് നിങ്ങളെ കാണിക്കാം. ഇതിപ്പോ ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പൊ കടയിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ യൂട്യൂബിലൊക്കെ ഒന്ന് അടിച്ചു നോക്കിയത്. അപ്പൊ ആകെ മൊത്തം സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സംഭവം ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു വന്നാ പിന്നെ നമുക്ക് പാഷൻ ഫ്രൂട്ട് പൂത്ത് പോലും തുടങ്ങിയില്ല. എങ്കിലും ഞാൻ ഇപ്പോഴേ വിചാരിച്ചിട്ടുണ്ട് അത് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഏതായാലും ഇതുപോലൊരു സ്ക്വാഷ് ഉണ്ടാക്കി നമുക്ക് വീട്ടിൽ തന്നെ വെക്കണമെന്ന്. അപ്പൊ ഏതായാലും ഞാനിത് കുടിച്ച് കാണിക്കാട്ടോ. ഞാനിത് എങ്ങനെയാണ്, ഇത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മള് ഇതിന് കുറച്ച് ഏകദേശം അളവൊന്നും എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചെടുത്ത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് നമുക്ക് ഷുഗർ വേണേ ചേർക്കാം, ഷുഗർ വേണ്ടാത്തവര് ഷുഗർ ചേർക്കണ്ട, ഷുഗർ ഇഷ്ടമുള്ളവര് ഷുഗർ ചേർക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു നാരങ്ങ നീരൂടെ പിഴിഞ്ഞൊഴിക്കാം എന്ന് കടയിൽ ഞാൻ ചോദിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കുടിക്കുകയാണെങ്കിൽ നല്ലതാണെന്ന്. പക്ഷെ എനിക്ക് നാരങ്ങ ഒഴിച്ച് കുടിച്ചതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇത് തന്നെ വെള്ളത്തില് കലക്കി കുടിച്ചതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഓറഞ്ചിന്റെ സ്ക്വാഷ്, മാംഗോയുടെ സ്ക്വാഷ് ഒക്കെ അല്ലേ കൊടുക്കണത്. അപ്പൊ വെറൈറ്റി ആയിട്ട് പാഷൻ ഫ്രൂട്ടിന്റെ സ്ക്വാഷും കൊടുക്കാം. അപ്പൊ ഞാൻ ഏതായാലും ഇത് ഉണ്ടാക്കണം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിപ്പോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വന്ന വെള്ളമാണ് കേട്ടോ. പിന്നെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്ക്വാഷ്, ഇത് കണ്ടില്ലേ, നല്ലൊരു എന്താ പറയാ, നല്ല കട്ടിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇത് ചുമ്മാ കഴിക്കാൻ പറ്റുന്നതാണോ എന്നൊന്നും അറിയില്ല നമുക്ക്. അപ്പൊ ഏതായാലും ഞാൻ ഇത് ഇപ്പൊ ഒരടപ്പ് എടുത്ത് നിങ്ങളെ കാണിച്ചത് കൊണ്ട് ഒരടപ്പ് ഇങ്ങോട്ട് ഒഴിച്ചതാണേ. അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് സാധാരണ ഇത് കണ്ടോ, ഇതുപോലെ കുറച്ച് എടുക്കുക. ഇത് ഇത്ര കൂടുതൽ, ഇത് കറക്റ്റ് എനിക്ക് അളവറിയില്ല. പിന്നെ ഞാന് കുറച്ച് കൂടുതൽ വെക്കുമ്പോ കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടുമല്ലോ. ഇതിന്റെ ഗ്ലാസിന്റെ സൈഡിലേക്കൊക്കെ വീണു. അതൊക്കെ നമ്മൾ ആ സൈഡിലേക്കൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഏതായാലും വെള്ളം ഒഴിക്കാം കേട്ടോ. കണ്ടോ, വാവ്. ഇനി ഇത് നമുക്ക് സ്പൂൺ വെച്ചൊന്ന് ഇളക്കാം. ഞാൻ സ്പൂൺ എടുക്കാൻ മറന്നുപോയി. ഞാൻ സ്പൂൺ എടുത്തോണ്ട് വരട്ടെ. അപ്പൊ ഞാൻ സ്പൂണൊക്കെ ആയിട്ട് വന്നു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിന്റെ അടിയിൽ കണ്ടോ, അടിയിൽ ഇത് കിടപ്പുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഇതിപ്പം ഒരു 2 ഗ്ലാസ് എടുക്കാനുള്ളതാണെന്ന് തോന്നുന്നു. ഞാൻ ഈ ഒരൊറ്റ ഗ്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല യെല്ലോ കളറായിട്ട് വന്നിട്ടുണ്ട്. വാവ്, നന്നായിട്ട് ഇളക്കുക. ഞാൻ ഇതില് ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഷുഗർ ആഡ് ചെയ്യാത്തത് എനിക്ക് ഷുഗർ ഇഷ്ടമല്ലാഞ്ഞിട്ടാണേ. കുടിച്ചു നോക്കാം. വാവ്, സത്യം പറയല്ലോ, നമ്മുടെ ആ പാഷൻ ഫ്രൂട്ടിൽ പഞ്ചസാര ഇട്ട് കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. വാവ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും മക്കള് കാണാതെ ഞാൻ ഇപ്പൊ ഇതെടുത്തതാ. മക്കള് കണ്ടാ ഇപ്പൊ ഓടി വരും. ഏതായാലും എന്നും നമ്മൾ ഇത് കൊടുക്കുന്നത് അത്രയ്ക്ക് നല്ലതൊന്നും അല്ല. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്നും കൊടുക്കാറൊന്നുമില്ല. മേടിച്ചുകൊണ്ട് വന്ന ആ ഒരു ദിവസം കൊടുത്തു. പിന്നെ ഒരു ദിവസം അല്ലു ഇച്ചിരി കൊതി പറഞ്ഞു, അമ്മ ഇച്ചിരി തരും അമ്മയെന്ന് ചോദിച്ചപ്പോ ഞാൻ കൊടുത്തു. എപ്പോഴും അങ്ങനെ കൊടുക്കാൻ കൊള്ളില്ല കേട്ടോ. അതുപോലെ പാഷൻ ഫ്രൂട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പാഷൻ ഫ്രൂട്ട് ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ കഴിക്കാലോ. കൊതി വരുന്നുണ്ടോ നിങ്ങൾക്ക്?
ഈ ലാസ്റ്റ് വരുന്ന ഈ ഒരു ഇതിന്റെ അരി ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടിച്ചു പൊടിച്ച് കഴിക്കാൻ. പക്ഷെ ഇതിന് ഒത്തിരി പുളിയില്ല. നമ്മളെ ഒറിജിനൽ പാഷൻ ഫ്രൂട്ടിന്റെ അരി കടിച്ചു പൊടിക്കാൻ ഭയങ്കര പുളിയല്ലേ. അപ്പൊ ഏതായാലും എവിടെയെങ്കിലും മാർക്കറ്റിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും. അപ്പൊ എല്ലാവരും എവിടെയെങ്കിലും ഒക്കെ കാണുകയാണെങ്കിൽ മേടിച്ചു വെച്ചോളൂ. അടിപൊളിയാണ്. നമുക്ക് ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു, അതായത് നമുക്ക് ഈ ഒത്തിരി ചൂടുള്ള, ഇപ്പൊ നമുക്ക് ചൂടൊക്കെ അല്ലേ, ഇപ്പൊ ചൂടുള്ള സമയത്തൊക്കെ നമുക്കൊരു സ്ക്വാഷ് കുടിക്കാൻ തോന്നിയാല് ഉടനെ തന്നെ നമ്മൾ എടുക്കുക, ഇച്ചിരി എടുക്കുക, വെള്ളം കലക്കുക, കുടിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ മാത്രം ഇതിനകത്തൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. അതൊരു ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയ്ക്കായിട്ട് എല്ലാവരും കാത്തിരിക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണൊക്കെ അടിച്ചു പൊട്ടിക്കുവാണെങ്കിൽ പൊട്ടിച്ചോളൂ. നമ്മളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തിയിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് കയറി കാണാൻ സാധിക്കുമല്ലോ. അങ്ങനെ ആവശ്യമുള്ളവര്, അതായത് നമ്മുടെ വീഡിയോ കാണാൻ ഒത്തിരി ആഗ്രഹമുള്ളവര് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും, പിന്നെ നമ്മൾ ഡെയിലി ഒക്കെ ഓരോ വീഡിയോ വെച്ച് ഇടാറുള്ളൂ, അത് നിങ്ങൾക്ക് വലിയ ശല്യമൊന്നും അല്ലല്ലോ, ആണോ? അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങള് ബെല്ലൈക്കണൊക്കെ അടിച്ചു പൊട്ടിക്കുകയോ അടിച്ചമർത്തോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരു ലൈക്ക് തന്നിട്ട് പോണേ. അപ്പൊ ടാറ്റാ ബൈ ബൈ.